الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിഖാമത്തിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിരിക്കുന്നത് അഅമാലുകളെയാണെന്നും അഅമാലുകളെ റിസാലത്തിലുള്ള ഷഹാദത്തുമായിട്ടാണ് അള്ളാഹു ബന്ധിപ്പിച്ചതെന്നും ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു നിർത്തിയത്. എല്ലാ കാലഘട്ടങ്ങളിലും റിസാലത്ത് അള്ളാഹു റസൂലിനെ നിയോഗിക്കാൻ തുടങ്ങിയ കാലം മുതലേ അങ്ങനെയാണ്. ഒന്നാമത്തെ ശരീഅത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീഅത്താണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു റിസാലത്ത് നൽകിയില്ല. എന്തുകൊണ്ടാണ് റിസാലത്ത് നൽകാതിരുന്നത്? അള്ളാഹുവാണ് റബ്ബ് എന്ന ആകാശത്തിൽ വെച്ച് നടത്തിയ ഷഹാദ കൃത്യമായി നിർവഹിക്കുകയായിരുന്നു അവർ. ആ ഷഹാദത്തിന്, ആ കരാറിനൊരു പോറലും അവരെ ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതേ സന്ദർഭത്തിൽ അള്ളാഹുവിന് നൽകിയ ആ കരാറ് പ്രാവർത്തികമാക്കേണ്ടത് അഅമാലുകളിലൂടെയാണ്. ആ അഅമാലുകൾ വഹയിലൂടെ അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം എത്ര നബിമാരാണോ അല്ലാഹു തആല നിയോഗിച്ചത്, ആ നബിമാർക്കെല്ലാം വഹയിലൂടെ അഅമാലുകൾ നൽകുന്നു. അഅമാലുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് അൽ ഇംതിസാലു ബിൽ അവാമിർ, കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കുക.
മറ്റേത് അൽഇജ്തിനാബു ബിന്നവാഹി, നിരോധിക്കപ്പെട്ടത് ഒഴിവാക്കുക. ഇത് രണ്ടും അമലാണ്. കൽപ്പിക്കപ്പെട്ട ഒരു അമല് പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം പോലെ തന്നെ നിരോധിക്കപ്പെട്ട ഒരു അമല്, ഒരു പ്രവൃത്തി ചെയ്യേണ്ട അവസരം കിട്ടുകയും അത് ഒഴിവാക്കുകയും ചെയ്താൽ അതിനും പ്രതിഫലമുണ്ട്. അമലുകൾ പ്രവർത്തിക്കുമ്പോൾ കൽപ്പനകൾ പൂർത്തിയാക്കാനുള്ള അമലുകൾ പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലം പോലെ തന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ അത് ഒഴിവാക്കിയാൽ അതിന് പ്രതിഫലമുണ്ട്. രണ്ടിനും പ്രതിഫലമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും വഹയിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ് പ്രവാചകന്മാർക്ക്. തുടക്കത്തിൽ അല്ലാഹു നബിമാരെ നിയോഗിച്ചുകൊണ്ട് അഅമാലുകൾക്ക് തർത്തീബുണ്ടാക്കി കൊടുക്കുകയാണ്. ആ കാലഘട്ടത്തിനനുസരിച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ മനുഷ്യയുഗത്തിന്റെ ശൈശവഘട്ടമാണ്, കുട്ടിപ്രായമാണ് മനുഷ്യ ചരിത്രത്തിന്റെ. ആ കുട്ടിപ്രായത്തിനനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഅമാലുകൾ തർത്തീബാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം വന്നപ്പോഴേക്ക് നുബുവത്തിന്റെയും റിസാലത്തിന്റെയും രണ്ട് ഔദ്യോഗിക ഡ്യൂട്ടി ഉണ്ടായി. നുബുവത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആദമീ ശരീഅത്തനുസരിച്ച് ജീവിച്ചു വരുന്ന സമൂഹത്തിന്റെ അഅമാലുകൾക്ക് പ്രചോദനം നൽകാനും അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള അറിവുകൾ നൽകാനുമാണ് നൂഹ് നബി നബിയായത്. നേരത്തെ ഉള്ള നബിമാരെ പോലെ അഅമാലുകൾക്ക് പ്രചോദനം നൽകാനും അഅമാലുകൾ വഹയിന്റെ ഇൽമനുസരിച്ച് അഅമാലുകളെ കൂട്ടാനും കുറക്കാനുമുള്ള ഏർപ്പാടാണ് നൂഹ് നബിന്റെ നുബുവത്തിലൂടെ അല്ലാഹു തആല നൽകിയത്. പിന്നീട് നൽകുന്നത് റിസാലത്താണ്. റിസാലത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദമീ ശരീഅത്തനുസരിച്ചുള്ള അഅമാലുകൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിന്റെ ഇടയിലാണ് 5 വലിയകളുടെ ജാറവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടാകുന്നത്. നാം അത് വിശദീകരിച്ചതാണ്. ഈ 5 ഔലിയാക്കൾ, 5 മഹാന്മാർ, ഞാൻ ഔലിയാക്കന്മാര് മഹാന്മാരെന്ന് പറയുന്നത് ഖുർആന്റെ നസ്സ് അനുസരിച്ചാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന് തഫ്സീർ കൊടുത്തത് അങ്ങനെയാണ്. ലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഊക വയഗൂസ വനസ്ര. വദ് തങ്ങളെ, സുവാഅ തങ്ങളെ, യഊക്ക്, നസ്ർ മുതലായ തങ്ങളെ ഒന്നും നിങ്ങൾ കൈവിട്ടേക്കണ്ട എന്ന് ആ കാലഘട്ടത്തിലെ പുരോഹിതന്മാര് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. എന്താ കാര്യം? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജാറങ്ങളെ ഒഴിവാക്കണമെന്നാണ് റിസാലത്തിന്റെ ആരംഭത്തിൽ തന്നെ പറയുന്നത്. ഒഴിവാക്കണമെന്ന് നൂഹ് നബി, പറ്റൂല, ഒഴിവാക്കരുത് എന്ന് പുരോഹിതന്മാര്. ഖുർആനാണ് പറയുന്നത്. അവര് പറഞ്ഞു ലാ തദറുന്ന ആലിഹത്തക്കും. അവിടുത്തെ പുരോഹിതന്മാര്, പണ്ഡിതന്മാര്, ഉസ്താദുമാര്, ശൈഖുനമാര്, മൗലാനമാര് ജനങ്ങളെ വിളിച്ചുകൂട്ടി അന്ന് പ്രസംഗിച്ച വിഷയമാണ് ഖുർആൻ സൂറത്തുൻ നൂഹ് എടുത്ത് ഉദ്ധരിക്കുന്നത്. അല്ലാഹു നമ്മളെ അറിയിക്കാൻ, നമ്മുടെ കാലഘട്ടത്തിന്റെ സംഭവത്തെ അതുമായിട്ട് ചേർത്ത് വായിക്കാൻ. ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ പകരക്കാരായി അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇടയാളുകളായി തവസ്സുൽ ഇസ്തിഗാസ നിർവഹിക്കുന്നതിന് വേണ്ടി ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന ഈ തങ്ങന്മാരൊന്നും കൈവിട്ടേക്കണ്ട കേട്ടോ. നൂഹ് പറയുന്നത് ഭ്രാന്താണ്, നൂഹ് മജ്നൂനാണ്. അതുകൊണ്ട് നൂഹ് പറയുന്നത് കേട്ടിട്ട് ഈ മഹാന്മാരെ കൈവിട്ടാൽ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതൊന്നും നിങ്ങൾക്ക് കിട്ടാതെ പോകും. ഇവിടെ ഒത്തുകൂടി വിശദീകരിച്ചിട്ട് തന്നെ ഉലമാക്കൾ, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാര് ജനങ്ങളെ അറിയിച്ചു, വദ്ദിനെ വിട്ടേക്കണ്ട. ലാ തദറുന്ന എന്ന് പറഞ്ഞാൽ വിട്ടേക്കണ്ട, കൈവിട്ടേക്കണ്ട, നഷ്ടപ്പെടുത്തിയേക്കണ്ട. വദ്ദിനെ, സുവായിനെ. ഇതിന് തഫ്സീറായിട്ടാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഹൗലായി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ് എന്ന്. മതിയല്ലോ, വേറെ എന്താ വേണ്ടേനി? അപ്പൊ അതൊരു മരം കൊണ്ടുണ്ടാക്കിയ രൂപയല്ല, ബിംബമല്ല, ഒരു രൂപയല്ല, ഒരു വസ്തുവല്ല, അതൊക്കെ മനസ്സിലായല്ലോ. ആ 6 പേര് മഹാന്മാരുടെ പേരുകളാണെന്ന് ഇബ്നു അബ്ബാസ് ക്ലിയറാക്കി തന്നല്ലോ. പിന്നെ അത് ബിംബങ്ങളായിരുന്നു, ബിംബങ്ങളെ ആരാധിച്ചവർക്ക് ഇറങ്ങിയ ആയത്താണത്. അത് ഔലിയാക്കന്മാരെ വിളിച്ചവർക്ക് ഇറങ്ങിയ ആയത്തല്ല എന്ന് പറഞ്ഞിട്ട് ഈ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന എന്തിനാ? നേർക്കുനേരങ്ങ് പറഞ്ഞാൽ മതി. ഇത് ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? അള്ളാഹുവിന്റെ ദീനാണിത്. ഈ ദീനാവട്ടെ ആഖിറത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. ആഖിറത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ദീൻ. ദുനിയാവിൽ വിശ്വസിക്കുന്നവർക്ക് ദീനിന്റെ ആവശ്യമില്ല എന്ന് അല്ലാഹു തആല തന്നെ പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് ഈ വളച്ചുകെട്ടൊക്കെ? ദുനിയാവ് ഉണ്ടാക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്, എന്തെല്ലാം ഏർപ്പാടുകളുണ്ട്. ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ദുനിയാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. പണ്ഡിതന്മാരും പുരോഹിതന്മാരും അനധികൃതമായ കള്ളത്തരത്തിന്റെയും ശിർക്കിന്റെയും കുഫറിന്റെയും
ഫാഹിഷത്തിന്റെയും അതായത് വെടക്കത്തരത്തിന്റെയും വഴികൾ സ്വീകരിച്ച് ദീനിന്റെ അഡ്രസ്സിൽ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? എന്തിനാണ് സമൂഹത്തിന്റെ ആഖിറത്ത് നഷ്ടപ്പെടുത്താൻ വേണ്ടി മെനക്കിടുന്നത്? ഇതൊന്നും ആഖിറത്തിന് വേണ്ടിയല്ല. ഔലിയാക്കളോട് ശുപാർശ ചോദിക്കുന്നത് ആഖിറത്തിൽ രക്ഷപ്പെടാനല്ല. എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ് ഔലിയാക്കൾ നാളെ ആഖിറത്തിൽ ഇവരെ കൊണ്ടൊന്നും കിട്ടൂല എന്ന് ഈ പുരോഹിതന്മാര് തന്നെ പറയുന്നുണ്ട്. ദുനിയാവിന്റെ ആവശ്യങ്ങൾ പൂർത്തിയാവാൻ, കടങ്ങൾ വീട്ടിൽ കിട്ടാൻ, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കിട്ടാൻ, ആൺകുട്ടികളെ കല്യാണം കഴിച്ചു കിട്ടാൻ, വീട്ടിന്റെ പണി പൂർത്തിയാവാൻ, തുടങ്ങുന്ന കച്ചവടം നല്ല വർക്കത്താവാൻ, ഇതൊക്കെ എല്ലാവർക്കും ഇല്ല. ഇപ്പൊ വ്യത്യാസമില്ലല്ലോ. ആരും ഒരിടത്തും പോയിട്ട് എന്റെ ആഹ്റം നന്നാക്കി തരണേന്ന് ഒരു ജാറത്തിലെ തങ്ങളോടും പോയിട്ട് പറഞ്ഞതായിട്ട് ചേർത്ത് നമ്മൾ കേട്ട് കേൾവിയില്ല. എല്ലാം ദുനിയാവിന്റെ ഏർപ്പാടുകളാണ്, ദുനിയാവിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാണ്. എല്ലാവരും സമ്മതിക്കുന്നുമുണ്ട്. അത് അല്ല നമുക്ക് ചോദിച്ചാൽ നേർക്ക് നേരെ തരൂല. അതുകൊണ്ട് ഈ മഹാന്മാരെ നമ്മൾ തവസ്സുലാക്കുന്ന, ഇടയാളാക്കുന്നു. അല്ലെങ്കിൽ മഹാന്മാരോട് നമ്മൾ ശുപാർശ പറയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നു, ഇസ്തിഗാസ ചെയ്യുന്നു, നമുക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറയണം, ഇസ്തിശ്ഫാ ചെയ്യുന്നു. ഇതെല്ലാവരും സമ്മതിക്കുന്ന വിഷയമാണ്. നമ്മൾ ഉറപ്പിച്ച് തർപ്പിച്ചു പറയുന്നു, ദുനിയാവിന്റെ കാര്യത്തിന് അങ്ങനെ ഒരു ഏർപ്പാട് വേണ്ട. ആഖിറത്തിന്റെ കാര്യമായ ദീനിനെ വെച്ചുകൊണ്ട് ദുനിയാവിന്റെ ഏർപ്പാടാകുമ്പോൾ അത് കുഫറാകും, അത്തരക്കാര് കാഫിറാകും. ഇതാണ് നമ്മൾ പറയുന്നത്. അത്തരക്കാര് മുശ്രിക്കാകും. ഈ കാഫിർ മുശ്രിക്ക് എന്ന പ്രയോഗം ആഖിറവുമായി ബന്ധപ്പെട്ടതാണ്. നാളെ ആഖിറവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ നീ കാഫിറാണോ മുശ്രിക്കാണോ എന്ന് വെച്ചിട്ടാണ് ചോദിക്കുക. ദുനിയാവിലാവട്ടെ അതിന്റെ വിഷയം വരുന്നേ ഇല്ല. നമ്മൾ അക്കാര്യം ചർച്ച ചെയ്യുന്നത് ഉമ്മത്തിന്റെ ദുനിയാവിന്റെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടല്ല, ദുനിയാവിന്റെ കാര്യവുമായിട്ട് ഔലിയാക്കളെ ബന്ധപ്പെടുത്തണ്ട. എന്തുകൊണ്ട്? ഔലിയാക്കൾ മുസ്ലിമീങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നവരാണ്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ജൂതന്മാരുണ്ട്, നിരീശ്വരവാദികളുണ്ട്, ഭൗതികവാദികളുണ്ട്. അവർക്കൊക്കെ ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന വസ്തുക്കളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ കയ്യിലാണ് സകല വസ്തുക്കളുടെയും ആധിപത്യം. ബിയദിഹി മലകൂതു കുല്ലി ശൈ. സകല വസ്തുക്കളുടെയും ആധിപത്യം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഏത് മതക്കാരന്റെ ആവശ്യം പൂർത്തിയാകുകയുള്ളൂ. ഒരാളെയോ രണ്ടാളെയോ 100 ആളെയോ വിളിച്ചാലും ശരി, എത്ര വലിയ വലിയോ സാമിയോ ശൈഖോ ദേവിയോ ദേവനോ ഭഗവാനോ ഭഗവതിയോ ആരെ വിളിച്ചാലും ശരി, തരേണ്ടത് അല്ലാഹുവാണ്. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഭൂമിയിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. അതുകൊണ്ട് ആവശ്യ പൂർത്തീകരണത്തിന് നിങ്ങൾ അല്ലാഹു അല്ലാത്തവരെ പിടിക്കണ്ട. മുസ്ലിമീങ്ങളോട് ഇത് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ്? മുസ്ലിമീങ്ങൾ ആഖിറത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ്. മറ്റു മതക്കാർ ആഖിറത്തിൽ പരസ്യമായി വിശ്വസിക്കുന്നവരല്ല. അവരെ പുരാണങ്ങളിലും മറ്റൊക്കെ ആഖിറത്തിന്റെ സ്ഥിതിഗതികൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും മുസ്ലിമീങ്ങൾ ഷഹാദത്ത് പറയുന്നവർ ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ ആഖിറത്തിൽ മറ്റുള്ളവരെക്കാൾ അപകടകാരികളായിട്ടാണ് അല്ലാഹു തആല പരിഗണിക്കുക ഔലിയാക്കളെ വിളിക്കുന്നവർ. കാരണം അവർ ആഖിറത്ത് നഷ്ടപ്പെടുത്തിയവരാണ്. ആഖിറത്ത് നഷ്ടപ്പെട്ട് എന്തുകൊണ്ടാണ്? അവരെ ദീൻ ബാത്തിലാണ്. ദുനിയാവിൽ ദീൻ ബാത്തിലായത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിന്റെ ദീനിന്റെ അടിസ്ഥാനമായ ഷഹാദത്ത് ബാത്തിലാക്കിയത് കൊണ്ടാണ്. ഷഹാദത്ത് ബാത്തിലാകുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹിലാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജാറങ്ങൾ വെച്ചുകൊണ്ട് ബാത്തിലാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തെ ഷഹാദ മുഹമ്മദുർ റസൂലുള്ളയാണ്. ആ മുഹമ്മദുർ റസൂലുള്ള ശൈഖുകളെയും ഉസ്താദുമാരെയും തങ്ങന്മാരെയും മറ്റും അവലംബിച്ചുകൊണ്ട് ബാത്തിലാക്കിയിരിക്കുകയാണ്. രണ്ട് ഷഹാദയും ബാത്തിലാക്കിയ മുസ്ലിമീങ്ങളോടാണ് നമ്മൾ പറയുന്നത് ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം എന്ന് വെച്ചാൽ ഷഹാദത്തിലേക്ക് തിരിച്ചു വരണം. ഓൾറെഡി നിങ്ങൾ ഷഹാദത്ത് പറഞ്ഞിരിക്കുകയാണ്, അതിനെ ബാത്തിലാക്കിയിരിക്കുകയാണ്. അതിലേക്ക് മടങ്ങി വരണം, അതിലേക്ക് മടങ്ങി വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ വാദം തന്നെയാണ് ആ കാലഘട്ടത്തിലും പറഞ്ഞത്. ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരനോട് പുരോഹിതന്മാര് പറയും, ഖുറൈശികൾക്ക് ഇറങ്ങിയ ആയത്തെന്തിനാ നമുക്ക് ഉപയോഗിക്കുന്നത് എന്ന്. ഖുറൈശികളെക്കാൾ അപകടകാരികളാണ് നിങ്ങൾ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ഖുറൈശികൾക്ക് ഇറങ്ങിയ ആയത്ത് എന്താണ്? എന്താണ് ഖുറൈശികൾക്ക് ഇറങ്ങിയ ആയത്ത്? ഖുറൈശികൾ ആരാണ് ഖുറൈശികൾ? അല്ലാഹുവിനെ റബ്ബായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ്. ആകാശഭൂമികളെ നിർമ്മിച്ചത് ആരാണെന്ന് അവരോട് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് അല്ലാഹു ആണെന്നാണ് അവർ മറുപടി പറയുന്നത്. ഇന്നത്തെ ഈ സമൂഹത്തോട് ചോദിച്ചാലും അല്ലാഹു ആണെന്നാ മറുപടി പറയുക. യേശുവിനോട് അല്ല, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികളോടോ ജൂതന്മാരോടോ ഹിന്ദുക്കളോടോ ചോദിച്ചാൽ കിട്ടുന്ന മറുപടി അല്ല മുസ്ലിമീങ്ങൾക്ക് നിന്ന് കിട്ടുക. മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന മറുപടി അല്ലാഹ് എന്നാണ്. അവരുടെ പൂർവികന്മാരായ ഖുറൈശി സമൂഹത്തിന്റെ മറുപടിയാണത്. ആകാശത്തിൽ നിന്ന് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാ? അപ്പോഴും അവര് പറയുന്നു അല്ലാഹ്.
ആരാണ് മൻ റബ്ബുസ്സമാവാതി സബയോ റബ്ബുൽ അർശിൽ അദീം, ആകാശത്തിന്റെയും 7 ആകാശത്തിന്റെയും അർശിന്റെയും ഭൂമിയുടെയും അർശിന്റെയും റബ്ബ് ആരാണ്? ലയഖൂലുന്നല്ലാഹ്, അപ്പോഴും അവർ മറുപടി പറയും അല്ലാഹു ആണെന്ന്. ഇത് അല്ലാഹു പറഞ്ഞു തരില്ലേ നമുക്ക്? ആ ഖുറൈശി സമൂഹം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ വേറെ ഏതോ മതക്കാരല്ല, അവർ ക്രിസ്ത്യാനികളല്ല, ജൂതന്മാരല്ല, ഹിന്ദുക്കളല്ല, ആര്യന്മാരല്ല, ദ്രാവിഡന്മാരല്ല, ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. അവര് ഇബ്രാഹിമി മില്ലത്തനുസരിച്ച് കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, നോമ്പ് വെക്കുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. ഇതൊക്കെ ഖുർആൻ സമ്മതിക്കുന്ന വിഷയല്ലേ? അവര് ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവരാണ്. ഇതൊക്കെ വളരെ കൃത്യമായ കാര്യമല്ലേ? റസൂലുള്ള നബിയായിട്ട് വരുന്നതിന് മുമ്പല്ല, റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പേ ഇസ്ലാമും മുസ്ലിമും മക്കത്ത് നിലവിലുണ്ടായിരുന്നു എന്നല്ലേ ഹദീസ് കൊണ്ട് വെളിവാകുന്നത്? എത്ര വ്യക്തികളെ നാം പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പ്. മുഹമ്മദ് റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൗഹീദിന്റെ പ്രബോധനം തൗഹീദിന്റെ ദഅവത്ത് ഉക്കാദ് ചന്തയിലും മറ്റൊക്കെ പോയി പറഞ്ഞ മഹാന്മാരുണ്ടായിരുന്നു എന്നത് ചരിത്ര സാക്ഷ്യമല്ലേ? റസൂലുള്ള നബിയായി വന്നതിന് ശേഷം ഒരു ഗോത്രക്കാർ അഷ്റഫുൽ ഖൽഖിന്റെ അടുക്കിലേക്ക് വന്നു. ഇന്ന ഗോത്രത്തിലാണ് ഖുസ്ബുന് സഈദ എന്ന മഹാൻ. അദ്ദേഹം റസൂലുള്ള ജനിക്കുന്നതിന് മുമ്പേ വഫാത്തായ ആളാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ചില ആൾക്കാർ റസൂലുള്ളാഹി തങ്ങളടുത്തേക്ക് വന്നപ്പോൾ ചരിത്രം മനസ്സിലാക്കിയ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, ഇന്ന പേരിൽ ഒരാൾ നിങ്ങളെ കുടുംബത്തിലുണ്ടല്ലോ? ഉണ്ട് നബിയെ, തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം നല്ല മുവഹിദായിരുന്നു. അദ്ദേഹം നിങ്ങൾ ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ പ്രബോധനം ചെയ്യുന്ന ആളായിരുന്നു. ചന്തയിൽ ചെന്നിട്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമായിരുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പുകഴ്ത്തുകയും അദ്ദേഹം പറയുന്ന ചില അറബി സാഹിത്യ വാചകങ്ങൾ പറയാൻ ഇവരോട് ആവശ്യപ്പെടുകയും, അദ്ദേഹം കവിത പറയുന്ന ആളാണ്, കവിത പറഞ്ഞിട്ടാണ് അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുക, തൗഹീദിലേക്ക് അദ്ദേഹം ദഅവത്ത് ചെയ്യുക. ഖുസ്ബുന് സഈദ എന്ന് പറയുന്ന മഹാൻ അള്ളാഹുലേക്ക് ദഅവത്ത് ചെയ്യുക കവിതയിലൂടെയാണ്, പ്രാസോപ്പിച്ചുള്ള കവിത. അബൂതാലിബിനെ പോലെ നല്ല കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ചൊല്ലിയ കവിത ഒന്ന് പാടിത്തരാവോ എന്ന് അഷ്റഫുകൾക്ക് സന്തോഷത്തോടു കൂടി ചോദിക്കുന്നു ഇവരോട്. അവർ ചന്തയിൽ വെച്ച് അള്ളാഹുവിനെ പറ്റി പുകഴ്ത്തിയിട്ടും ആഖിറത്തെ പറ്റി ബഹുമാനിച്ചിട്ടും ഇദ്ദേഹം ചെല്ലിയ കവിതകൾ പാടിക്കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോട് പറയുന്നു, തൂബാ മരത്തിന്റെ ചോട്ടിലാണ് അദ്ദേഹം നാളെ ആഖിറത്തിൽ എന്ന്. ഏത് ദീൻ? റസൂലുള്ളാഹി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ആളല്ലേ അത്? അപ്പൊ അതിന്റെ അർത്ഥം അന്ന് മക്കത്ത് ഇസ്ലാം ദീൻ നിലവിലുണ്ടായിരുന്നു എന്നല്ല, ഇന്നത്തെ മാതിരി തന്നെ മനസ്സിലാക്കി. നിങ്ങൾ ഇത് പറഞ്ഞാൽ ഇവിടുത്തെ പുരോഹിതന്മാര് സമ്മതിച്ചു തരൂല. കാരണം ഈ സാധാരണക്കാരനെ വഞ്ചിക്കുന്ന അങ്ങനെയാണ്. പരിശുദ്ധ ഖുർആനിലെ ശിർക്കിന്റെയും കുഫറിന്റെയും ആയത്തോതിയിട്ട് അന്ന് ഖുറൈശികൾ വിളിച്ചത് അവരെയാണ് മുശ്രിക് എന്നല്ല വിളിച്ചത്, അവരെ മുസ്ലിം എന്നല്ല വിളിച്ചില്ല. മുശ്രിക് എന്ന് വിളിക്കാൻ ഒറ്റ കാരണേ ഉണ്ടായിട്ടുള്ളൂ കൂട്ടരെ. അവര് ഈ മഹാന്മാരെ ജാറങ്ങളെ തവസ്സുൽ ഇസ്തിഗാസ ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അവർ അല്ലാഹു തആല കാഫിർ എന്ന് വിളിച്ചത്. അവർ നിസ്കരിക്കാത്തോണ്ടോ നോമ്പ് നോക്കാൻ ഇവര് പറയും മുഹമ്മദ് റസൂൽ അംഗീകരിക്കാത്തോണ്ടാണെന്ന്. എന്തുകൊണ്ടാണ് മുഹമ്മദ് റസൂൽ അംഗീകരിക്കാതിരുന്നത്? ദീനുൽ ഇസ്ലാം എന്താണെന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ്. മുഹമ്മദ് റസൂലുള്ള അംഗീകരിച്ചാൽ മുഹമ്മദ് പറയും പോലെ ലാ ഇലാഹ അംഗീകരിക്കേണ്ടി വരും. ലാ ഇലാഹ എന്ന് മുഹമ്മദ് ഉദ്ദേശിക്കുന്നത് ജാറങ്ങളെ ഒഴിവാക്കണം എന്നാണ്. ലാ ഇലാഹ, ഈ ജാറങ്ങളിൽ കിടക്കുന്നത് അംഗന്മാർക്കൊന്നും ഒരു കാര്യം ചെയ്യാൻ സാധിക്കൂല. ലാ ഇലാഹ ഐ ലാ മഅബൂദ, നിങ്ങളെ കാര്യങ്ങൾ സമർപ്പിക്കാൻ അർഹതയുള്ള ആരുമില്ല ഇല്ലല്ലാഹ് അല്ലാതെ. അപ്പൊ മുഹമ്മദ് റസൂലുള്ള അംഗീകരിച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ലാ ഇലാഹ അംഗീകരിക്കണം. ലാ ഇലാഹ അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം അവരുടെ ശൈഖന്മാരിൽ നിന്ന് ഔലിയാക്കളുടെ കറാമത്തും ഔലിയാക്കളുടെ പോരിശയും കേട്ട് പഠിച്ചിരിക്കുകയാണ്. ദാറുൽ അർക്കം, നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞ സുന്നി സെന്റർ. ഈ ദാറുൽ അർക്കമിൽ ദാറുൽ നദ്വ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ സുന്നി സെന്റർ. അവിടെ അബൂ താലിബിനെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർ പ്രസംഗിക്കുകയാണ് ഔലിയാക്കന്മാരെ കറാമത്ത്, വദ്ദിന്റെയും ലാത്തയുടെയും ഉസ്സന്റെയും കറാമത്ത്. നമ്മളൊക്കെ പാപികളാണ്, നമ്മളൊക്കെ ദോഷികളാണ്, നമുക്കൊന്നും അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ കിട്ടൂല. നമ്മൾ നിസ്കരിച്ചിട്ടും നോമ്പോറ്റിട്ടും ഹജ്ജ് ചെയ്തിട്ടും കഅബ പരിപാലിച്ചിട്ടും മസ്ജിദുൽ ഹറാം വൃത്തിയാക്കിയിട്ടും ഇത്തിക്കാഫ് ഇരുന്നിട്ടും അതേപോലെ തന്നെ ഹജ്ജും ഉംറയും ചെയ്തിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പാപികളായതുകൊണ്ട് നമുക്ക് അല്ലാഹ് തരൂല. നമുക്ക് ഈ മഹാന്മാരെ ഇടയ്ക്ക് നിർത്തിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ നേടാൻ. അന്ന് വദ്ദ് സുവാ യൗഖ് യൗസ്, ഇന്ന് ലാത്ത ഉസ്സ മനാത്ത ഹുബുൽ അഅല. അത് കഴിഞ്ഞിട്ട് ഇന്ന് മുഹ്ദിൻ ശേഖുകളും ബദരീങ്ങളും റിഫായി ശേഖുകളും മെമ്പർത്തങ്ങളും. കാലഘട്ടത്തിന്റെ ചരിത്രത്തിന്റെ സാക്ഷിത്വമല്ലേ ഇതൊക്കെ? ഇതങ്ങ് നിഷേധിക്കാൻ പറ്റുമോ?
ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളോട് അത് നമുക്ക് നന്നായിട്ട് അറിയാം. അഷ്റഫുൽ ഖൽക്ക് 8 കൊല്ലം അബൂ താലിബിന്റെ പൊരക്ക് പോയിട്ട് വഴങ്ങ് പറഞ്ഞു കൊടുത്തിട്ടും അബൂ താലിബ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സലഫികൾ എത്രമാത്രം തൗഹീദി പ്രഭാഷണങ്ങൾ നടത്തിയാലും ഈ മറുപക്ഷം ഭൂരിപക്ഷമായിട്ട് തന്നെ തുടരും. കാരണം അത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്. ചരിത്രത്തിന്റെ സാക്ഷ്യം അതാണ്. അങ്ങനെ ഒരാളെ വർത്താനം കൊണ്ടോ പ്രസംഗം കൊണ്ടോ എല്ലാവരും രക്ഷപ്പെട്ടു പോകുമെങ്കിൽ അഷ്റഫുൽ ഖൽക്കിന്റെ വാക്കുകൊണ്ട് സ്വന്തം മൂത്താപ്പ അബൂ താലിബ് രക്ഷപ്പെടണമായിരുന്നു. അബൂ താലിബ് അഷ്റഫുൽ ഖൽക്കിന്റെ ഗുരുകുലത്തിൽ നിന്ന് 8 കൊല്ലം കിതാബോധി പഠിച്ച ആലിമാണെന്നുള്ള കാര്യം ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടില്ല. അതേ സന്ദർഭത്തിൽ അഷ്റഫുൽ ഖൽക്കിനെ കൊല്ലാനും എന്തിനാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു അഷ്റഫുൽ ഖൽക്കിനോട് ഇത്രയും വിരോധം വെച്ച് പുലർത്തിയത്? റസൂലുള്ളാഹിന്റെ ദഅവത്തോട് ഇത്രയും വിരോധം വെച്ച് പുലർത്തിയത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഔലിയാക്കളോട് അത്രമാത്രം സ്നേഹമായിരുന്നു. ഇന്നത്തെ പുരോഹിതന്മാരെ മാതിരി ഇന്നത്തെ പുരോഹിതന്മാർ പഴയകാല ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പാർട്ടിയാണ്. ഇന്നത്തെ പുരോഹിതന്മാർ പഴയകാല ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പാർട്ടിയാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് അത്ര ഇഷ്ടമാണ് ഔലിയാക്കളോട്. ആ ഔലിയാക്കൾ വേണ്ട എന്ന് മുഹമ്മദ് നബി പറഞ്ഞപ്പോൾ ആദർശപരമായ വിദ്വേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു വെച്ച് പുലർത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളോടുള്ള കാരണം ഉമർ റളിയല്ലാഹു അൻഹു അത്ര ജാഹിലല്ല. ഈ ഷിയാക്കൾ പറയും പോലെ ഉമർ റളിയല്ലാഹുവിനെ പറ്റി പല കള്ളത്തരങ്ങളും ഷിയാക്കൾ അവരുടെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടമല്ല ഷിയാക്കൾക്ക്. ഇപ്പോഴും ഇറാനിന്റെ പ്രധാനമായ തെഹ്റാൻ ജുമാ മസ്ജിദിൽ വെച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയാതെ ഖുത്ബ അവസാനിപ്പിക്കൂല. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയാതെ ഖുത്ബ അവസാനിപ്പിക്കൂല. എല്ലാ കാലഘട്ടത്തിലും അവർ കള്ള ഹദീസുകൾ മെനഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മോശമാക്കാൻ. ഉമർ റളിയല്ലാഹു തആല ആ കാലഘട്ടത്തിലെ മാന്യനാണ്. അറബി സാഹിത്യത്തിൽ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ആ കാലഘട്ടത്തിൽ മാന്യനായ ആ പ്രദേശത്ത് മാന്യതയോടെ ജീവിച്ച അദിയു ഗോത്രത്തിൽപ്പെട്ട മഹാനാണ്. അവർക്ക് എന്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുറ്റം? ഒറ്റ കുഴപ്പമേ ഉള്ളൂ, അദ്ദേഹം മുങ്കറാത്തുകൾ നിഷിദ്ധ കാര്യങ്ങൾ ചെയ്യും. അതിൽ മദ്യപാനം ഉമർ റളിയല്ലാഹുവിന്റെ ശീലമായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു മദ്യപാനം ഉമർ റളിയല്ലാഹു തആല അൻഹു അന്നത്തെ കാലഘട്ടത്തെ പോലെ കൂടുതൽ സിന ചെയ്തതായിട്ട് തെളിവ് കാണുന്നില്ല. ചൂതാട്ടം നടത്തും, ചൂതാട്ടത്തിലൂടെ പലിശയിലൂടെ പൈസ ഉണ്ടാക്കും. അങ്ങനെ നിഷിദ്ധ കാര്യങ്ങളൊക്കെ ചെയ്യും. ഒപ്പം കഅബത്തിൽ ചെന്ന് ഉംറ ചെയ്യും. അതേപോലെ തന്നെ നിസ്കരിക്കും, മസ്ജിദുൽ ഹറാമിൽ ഇത്തികാഫ് ഇരിക്കും. ഈ സന്ദർഭത്തിലാണ് അഷ്റഫുൽ ഖൽക്ക് റസൂലായിട്ട് വരുന്നത്. റസൂലായിട്ട് വന്നിട്ട് പരസ്യമായി അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞത് എന്താണ്? അല്ലാഹു റബ്ബുന എന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവരെല്ലാവരും അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിച്ചിരിക്കുകയാണ്. അഷ്റഫുൽ ഖൽക്ക് സഫാ മലയിൽ കയറി ഖുറൈശികളെ വിളിച്ചിട്ട് പറഞ്ഞത് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതോടുകൂടിയാണ് അഷ്റഫുൽ ഖൽക്ക് ഇവർക്ക് വെറുപ്പുള്ള ആളായി മാറിയത്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരാദരിക്കുന്ന, ഇവര് ബഹുമാനിക്കുന്ന, ഇവര് തവസ്സുൽ ഇസ്തിഗാസ ചെയ്യുന്ന, ഇവര് ജാഹുബർക്കത്ത് കൊണ്ട് ദുആ ചെയ്യുന്ന ഔലിയാക്കള് വേണ്ട, അല്ലാഹ് മാത്രം മതി എന്നാണ് അഷ്റഫുൽ ഖൽക്കിന്റെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ മായന. അല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങൾ വേണ്ട, ബിംബങ്ങൾ വേണ്ട എന്നല്ല പറഞ്ഞ വാക്കിന്റെ അർത്ഥം. നിങ്ങൾ അംഗീകരിക്കുന്ന അല്ലാഹു, നിങ്ങൾ അംഗീകരിക്കുന്ന അല്ലാഹനെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ ആ അല്ലാഹ് മാത്രമേ ആകാവൂ, ആ അല്ലാഹന്റെ ഒന്നിച്ച് വേറെ ആളുണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് വെറുപ്പ് വന്നത്. കാരണം അത്ര ഇഷ്ടമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഔലിയാക്കളോട്, ജാറങ്ങളോട്. ജാറങ്ങൾ പോയി തെരയും, മദ്യപിച്ചിട്ടും പോകും, മദ്യപിക്കാതെയും പോകും. മദ്യപാനത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മിക്കവാറും പോക്കും ഉംറ ചെയ്യാനാണ്. മദ്യപാനിയായ സമയത്താണ് ജാറത്തിൽ പോയിട്ട് കരയാനും വിളിക്കാനും നിൽക്കുക, ഈ ജാത്തിന്റെയും ഉസന്റെയും മനാത്തിന്റെയും മുമ്പിൽ പോയിട്ട്. ഈ സന്ദർഭത്തിൽ ഒരു ദിവസം മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ ഉമർ റളിയല്ലാഹു തആല അൻഹു. മദ്യപിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കള്ളുഷാപ്പ് പൂട്ടിയിരിക്കുന്നു. കൂട്ടുകാരെ വല്ലതും കാണാൻ പറ്റുമോ നോക്കി ക്ലബിലേക്ക് പോയപ്പോൾ ക്ലബിലും ആരുമില്ല. അപ്പൊക്കെ സന്ധ്യയായി, മഗ്രിബായി. ഉമർ റളിയല്ലാഹു അൻഹു നേരെ കഅബാലയത്തിലേക്ക് പോയി തവാഫ് ചെയ്തിട്ട് പുറക്കേക്ക് പോവാന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അന്നും 7 തന്നെയാണ് തവാഫ്. അന്നും കഅബത്തെ ചുറ്റിൽ 7 പ്രാവശ്യം തന്നെയാണ്. അന്നും ഹജറുൽ അസ്വദിനടുത്ത് നിന്നിട്ട് തന്നെയാണ് കഅബത്തെ ചുറ്റേണ്ടത്. അന്നും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക പറഞ്ഞിട്ട് തന്നെയാണ് ഉംറ ചെയ്യാറ്. ഇതിനൊന്നും ഒരു വ്യത്യാസമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം അതിനൊന്നും തള്ളി പറഞ്ഞിട്ടുമില്ല. പൂർവികമായി അവ ഖുറൈശികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അമാലുകളിൽ അംഗീകരിക്കേണ്ടത് ഇബ്രാഹിമി സുന്നത്തനുസരിച്ചുള്ളതെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയും ഇബ്രാഹിമി സുന്നത്തിൽ ഇല്ലാതെ പുരോഹിതന്മാർ ഉണ്ടാക്കി കൊടുത്തത് തള്ളുകയും ചെയ്തു. അതാണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ രീതിയിൽ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. വീട്ടിലേക്ക് പോകുമ്പോൾ ഉംറ ചെയ്തിട്ടല്ല, തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. തവാഫ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ നല്ല ഈണത്തിലൊരു കവിത കേൾക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാതോർത്ത് ശ്രദ്ധിച്ചു. നല്ല രസമുണ്ട് കേൾക്കാൻ. അതെ, ഉമർ റളിയല്ലാഹു തആല അൻഹു ഇന്ന് വരെയും മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടിട്ടില്ല.
ശരിയാണത്. ഇവിടുത്തെ സലഫികളുടെ പ്രസംഗം കേൾക്കണ്ട എന്ന് ഇവിടുത്തെ ഷീഈ പുരോഹിതന്മാര് പറഞ്ഞ് ജനങ്ങളെ വിലക്കുന്നത് പോലെ അന്ന് ഖുറൈശി സമൂഹത്തെ വിലക്കിയിരുന്നു. മുഹമ്മദ് മുസ്തഫ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ പോകാൻ പാടില്ല, അത് ബിദ്അത്തിന്റെ ഖുർആനാണ്, ദലാലത്തിന്റെ ഖുർആനാണ്, കവിതയാണ്, മുഹമ്മദ് കെട്ടിയുണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ തടഞ്ഞു നിർത്തുമായിരുന്നു. അതുകൊണ്ട് ഖത്താബിന്റെ മകൻ ഉമർ ആ മറ്റേ ജാറവിശ്വാസത്തിൽ വളരെ തീവ്ര നയമുള്ള ആളാണ്. നമ്മുടെ നാട്ടിലുമില്ല അങ്ങനെ. തീവ്ര നയമുള്ളവർ കല്ലെറിയും, അല്ലാത്തവർ ദൂരത്ത് നിന്ന് കേൾക്കും. മൂന്നാമത്തെ ഒരു വിഭാഗം സെൽഫികൾക്ക് വേണ്ട സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇത് തന്നെയാണ് അന്നത്തെ അവസ്ഥ. അന്ന് ആ തീവ്ര വിഭാഗത്തിന്റെ നേതാവാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു. മുഹമ്മദ് മുസ്തഫ പറയുന്നതേ കേൾക്കാൻ പാടില്ല എന്നുള്ള വാദക്കാരനാണ്. അതിനെപ്പറ്റി അല്ലാഹു തആല പണ്ട് പൂർവികന്മാരെ പറ്റി പറഞ്ഞില്ലേ, ജഅലു അസാബിയഹും ഫി ആദാനിഹിം അവർ ഈ പ്രവാചകന്മാരുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി വിരലുകൾ ചെവിയിലിട്ടിട്ട് അവർ നടക്കും. മുഖത്ത് മുണ്ടിട്ടിട്ടാണ് അവർ ആ വഴിക്ക് പോവുക. പ്രവാചകന്മാർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോകുന്നവര് ചെയ്യുന്ന ജോലിയെ പറ്റി ഖുർആൻ പറഞ്ഞു തന്നതാണ്. അവർ പൂർണ്ണമായും ആ രീതിയിൽ വളരെ ശക്തമായി പ്രതിരോധിക്കുമായിരുന്നു. ഖത്താബിന്റെ മകൻ ഉമർ ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഖുർആൻ പറയണം ഇതുവരെ കേട്ടിട്ടില്ല. അതേസമയത്ത് ഖത്താബിന്റെ മകൻ ഉമർ കവിയാണ്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം കേട്ട്. ഇന്നത്തെ മാതിരി ലൈറ്റും അലങ്കാരമൊന്നുമില്ല. അന്ന് സൈത്തന്റെ തിരി കത്തിക്കുന്ന കാലമാണ്. ഇരുട്ടാണ് കംപ്ലീറ്റ്. ആളെ തിരിഞ്ഞിട്ടില്ല. ഒന്നും കൂടി ശ്രദ്ധിച്ചു. കഅബാലയത്തിന്റെ മറയുടെ പിറകിൽ പോയി അടുത്ത് നിന്നിട്ട് കേട്ടു. അപ്പോഴാണ് മുഹമ്മദ് എന്തോ പറയുകയാണ്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഹാഖ സൂറത്ത് ഓതി നിസ്കരിക്കുകയായിരുന്നു. ഈ അൽ-ഹാഖ സൂറത്തിൽ അതിന്റെ ഓരോ ആയത്തുകളും ഇടിമുഴക്കം പോലെ ഖത്താബിന്റെ മകൻ ഉമറിന്റെ മനസ്സിൽ കൊണ്ട് പോയി തട്ടുകയാണ്. അവസാനം ഉമർ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് കവിത തന്നെയാണ്. എല്ലാവരും പറയും പോലെ മുഹമ്മദ് ഒരു കവി തന്നെയാണ്. അപ്പൊ മുഹമ്മദ് നബി ഓതുകയാണ് ബാക്കി മുഹമ്മദ് ഒരു കവിയല്ല. അടുത്തുന്നു ഇദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നു. ആ ചിന്തിക്കുന്നതിനനുസരിച്ചും അഷ്റഫുൽ ഓതിയിട്ട് അവിടെ എത്തുന്നു സൂറത്തുൽ ഹഖ. അപ്പൊ ഇദ്ദേഹം ചിന്തിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു ജ്യോത്സ്യക്കാരനായിരിക്കും. ഇല്ല, വമാഹു ബി കാഹിനിൻ, അദ്ദേഹം ഒരു ജ്യോത്സ്യനുമല്ല. ഞാൻ ചിന്തിക്കുന്നു, മുഹമ്മദ് ബാക്കി ഓതുന്നു. അപ്പൊ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ഇതില്. അപ്പം പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നപ്പം അങ്ങനെയാണ് എങ്കിൽ ഇദ്ദേഹം ഒരു മായാചാരക്കാരനായിരിക്കും. അല്ല, അദ്ദേഹം ഒരു സാഹിറും അല്ല. പിന്നെ ആരാണ് ഇദ്ദേഹം? ഇല്ലാ റസൂൽ, അള്ളാഹുവിന്റെ റസൂല് മാത്രമാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടിയ രേഖകളാണ് മുഹമ്മദ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഖത്താബിന്റെ മകൻ ഉമറിന് ആകെ ആശയക്കുഴപ്പമായി. ഈ ആശയക്കുഴപ്പമാണ് അഷ്റഫുൽ ഖൽഖിനെ സമീപിക്കാൻ കാരണമായതും പിന്നെ ഇസ്ലാമിലേക്ക് വന്നത്. നിങ്ങൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വിഷയം ഇതാണ്. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ കാലഘട്ടം തന്നെയാണ് ഇന്നത്തെ കാലഘട്ടവും. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് മുസ്ലിമീങ്ങളോടാണ്. ആരെന്ത് രീതിയിൽ വാദിച്ച് ജയിക്കാൻ മെനക്കെട്ടാലും ബാത്തിന്റെ ശക്തികൾക്ക് വാദിച്ച് ജയിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ പൂർവികന്മാരായ നബിമാർക്ക് അഅ്മാലുകൾക്കുള്ള താഖത്ത് ഇസ്തിഖാമത്തിന് വേണ്ടി നൽകിയ അല്ലാഹ് റബ്ബാണെന്ന് അംഗീകരിച്ചാൽ അതിനുശേഷം അള്ളാഹുവിന് വേണ്ടി അഅ്മാലുകൾ ചെയ്യുന്ന സമൂഹം ജാറവുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ മരിച്ചുപോയവരും ജീവിച്ചിരിക്കുന്ന ജിന്നുകളും മരിച്ചുപോയ വലിയകളും അതേപോലെ തന്നെ മറ്റു വസ്തുക്കൾ, ദീനാറ് ദിർഹം പോലെയുള്ള വസ്തുക്കൾ, ഇവകളൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് എന്ന് ചിന്തിച്ചവരോട് അല്ല, അള്ളാഹു മാത്രമാണ് കാര്യത്തിൽ ഇടപെടുന്നത്. നിങ്ങൾ ഈ ചിന്തിച്ചതൊന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പര്യാപ്തമല്ല. അള്ളാഹുവാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് അള്ളാഹ് നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്ന് ഉപയോഗിക്കാൻ വേണ്ടി കൽപ്പന തന്നത് ഏതാണോ അത് നിങ്ങൾ ഉപയോഗിച്ചോളീൻ. അതിന്റെ അപ്പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്താ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉടൻ തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് റിസാലത്തനുസരിച്ച് അമാലുകൾ വരാൻ വേണ്ടി തുടങ്ങി. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും വലിയ വിഷയം ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന കലിമ നിലവിലില്ല. അല്ലാഹു റബ്ബുന എന്ന കലിമയാണ്. ആ കലിമ നിലനിർത്തിക്കൊണ്ടു പോകാൻ അഅ്മാലുകൾ നബിമാരിലൂടെ നൂഹ് നബിയോടുകൂടി 2 കലിമ വന്നു. ഒന്ന് അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്ന പൂർവികനായ മനുഷ്യരുടെ കലിമ. 2 ഇപ്പോൾ നിലനിൽക്കുന്ന ജാറങ്ങൾ വഴി അല്ലാഹുവിലേക്ക് എത്താൻ ശ്രമിക്കുന്ന അത് ഒഴിവാക്കാനുള്ള കലിമ. അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമ പറയാൻ തുടങ്ങിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങിയപ്പോഴാണ് റിസാലത്തിന്റെ ഭാഗമായി അഅ്മാലുകളെ തർത്തീബാക്കാൻ തുടങ്ങിയത്. എന്താ കാര്യം? ജാറങ്ങളിൽ പോകുന്നവർക്ക് ഒരു പേടിയുണ്ടാവില്ല അഅ്മാലുകൾ സ്വന്തമായി ഉണ്ടാക്കാൻ. ഇന്ന്
ഇന്ന് കാണുന്നത് പോലെ ഈ ജാറങ്ങളുമായി ജാഹുവർക്കത്തുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാർക്ക് ഇന്നത് ദീനാണ് എന്നും പറഞ്ഞിട്ട് സാധാരണക്കാരനെ ചെയ്യിപ്പിക്കാൻ ഒരു മടിയുണ്ടാവില്ല. അന്നും അങ്ങനെ തന്നെയായിരുന്നു. അന്നും പുരോഹിതന്മാരാണ് ദീനിൽ ഉള്ളതിന്റെ ഒക്കെ ഇല്ലാത്തത്. ഉദാഹരണം പറയാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് ഏതാണ്ട് ഇങ്ങോട്ടൊരു 4000 കൊല്ലത്തോളം ഖുറൈശികൾക്ക് തൗഹീദിന്റെ തൽബിയത്ത് മാത്രമേ അറിയുള്ളൂ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. ഇത് മാത്രമേ അറിയുള്ളൂ. ജാറങ്ങൾ കഅബത്തിന് ചുറ്റും വരാൻ തുടങ്ങി ഖുസൈന്റെ കാലത്തിന് ശേഷം. ഒരു 500 കൊല്ലത്തിന് ഇപ്പുറത്താണ് ജാറങ്ങൾ വരാൻ തുടങ്ങിയതും ജാഹുബർക്കത്തായിട്ട് ദുആ ചെയ്യാൻ ഖുറൈശികൾ തുടങ്ങിയതും. ഈ സന്ദർഭത്തിൽ പുരോഹിതന്മാര് ഈ ഔലിയാക്കളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഔലിയാക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്ന് വരുത്തി തീർക്കാൻ, സാധാരണക്കാരനെ ഔലിയാക്കളിലേക്ക് ജാറങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഈ തൽബിയത്തിന്റെ ഒന്നിച്ച് ഉസ്താദുമാരുടെ വക ഒന്ന് കൂട്ടിക്കൊടുത്തു. ആ കൂട്ടിക്കൊടുത്ത വാചകമാണ് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലിക്കുഹു വമാ മലക് എന്ന വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വരുമ്പോൾ ഖുറൈശികൾക്ക് മനപ്പാടമുള്ള ഇതും കൂടി മനപ്പാടമുണ്ട്. ഇവര് ഉംറ നിർവഹിക്കാൻ പോകുമ്പോൾ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. ഒറിജിനൽ ഇല്ലാ ശരീകൻ ഹുവ ലക് തംലിക്കുഹു വമാ മലക് ഇല്ലാ ശരീകൻ ഹുവ ലക്. അല്ലാതെ വേറെ ആരുമില്ല. അല്ലാഹുവിനോട് ശരീക്കുല, ഒരു പാർട്ണറും ഇല്ല. ഇല്ലാ ശരീകൻ, ഒരു പാർട്ണർ ഒഴികെ. ഹുവ ലക്, ആ പാർട്ണർ പുറത്തുനിന്ന് വന്നതല്ല, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആള് തന്നെയാണ്. അള്ളാഹിന്റെ ഔലിയാക്കളാണ്, മഹാന്മാരാണ്. അത് ഹുവ ലക്, അത് അള്ളാഹുക്ക് അവകാശപ്പെട്ട ആളാണ്, അള്ളാഹിന്റെ സ്വന്തക്കാരാണ്. തംലിക്കുഹു വമാ മലക്, അവര് എന്തെല്ലാം അവരെ കയ്യിലുണ്ടോ, കറാമത്തുകളായാലും അതേപോലെയുള്ളതായാലും എന്തുണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ഉള്ളതല്ല. പക്ഷെ ഇവരെ അള്ളാഹു തആല ആ രീതിയിൽ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റ് വാക്ക് റസൂലുള്ളാഹി തങ്ങൾ തള്ളി. ഹജ്ജ് ഫർളായപ്പോൾ തൽബിയത്ത് പറയാൻ ഈ വാക്ക് മാത്രം മതി. മറ്റേത് ഉസ്താദുമാര് പണ്ട് പഠിപ്പിച്ചു കൊടുത്ത ഔലിയാക്കൾ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള വാക്കാണ്. അങ്ങനെ ഔലിയാക്കൾ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹ്ക്ക് ഒരു അമലില്ല. ഈ രീതിയിൽ അഷ്റഫുകൾക്ക് തിരുത്തി. അപ്പൊ ഈ രീതിയിൽ ഇബ്രാഹിമി കാലഘട്ടം മുതൽ ഇങ്ങോട്ട് അമാലുകൾക്ക് തിരുത്തലും കൂട്ടലും ഒന്നും ഉണ്ടായിട്ടില്ല. പുരോഹിതന്മാര് കൂട്ടിക്കൊടുത്തത് അഷ്റഫുകൾക്ക് തിരുത്തി കൊടുത്തു. അതേ അവസരത്തിൽ ജാറത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും റസൂലുള്ളാഹി തങ്ങൾ നിന്നില്ല. അപ്പൊ അഷ്റഫുൽ ഖൽഖിന്റെ റിസാലത്താണ് അഅമാലുകൾക്ക് ആധാരമായി ഉള്ളത് എന്നാണ് നാം പറഞ്ഞു വരുന്നത്. അപ്പൊ നാം അംഗീകരിച്ച 2 ഷഹാദയിലെ ഒന്നാമത്തെ ഷഹാദ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാം ഏത് കാര്യത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും, അത് അടുക്കള കാര്യമായാലും അങ്ങാടി കാര്യമായാലും അന്താരാഷ്ട്ര കാര്യമായാലും അത് ആത്മീയ കാര്യമായാലും ഭൗതിക കാര്യമായാലും അള്ളാഹുവിനെ മാത്രമേ ഈ വിഷയത്തിൽ ഇടപെടിപ്പിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ കൽപ്പനകൾ മാത്രമേ നാം ഈ വിഷയത്തിൽ പൂർത്തിയാക്കുകയുള്ളൂ. ആരെന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അത് അള്ളാഹ് പറഞ്ഞതാണോ അല്ലേ എന്ന് അറിഞ്ഞതിന് ശേഷമേ ഞാനത് പ്രാവർത്തികമാക്കുകയുള്ളൂ. അത് എന്തുകൊണ്ടാണ്? അശ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ വേറെ ആളെയും ഞാൻ അംഗീകരിക്കില്ല എന്ന് ഞാൻ ഷഹാദത്ത് പറഞ്ഞു പോയി. ആ കരാറ് ലംഘിക്കാൻ എന്നെ കൊണ്ട് പറ്റുകയില്ല. അപ്പോഴാണ് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയാക്കുക? അള്ളാഹു കൽപ്പിച്ചതിനെ പൂർത്തിയാക്കുക നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങളെ സ്വന്തം ഇച്ഛപ്രകാരമാണോ? നിങ്ങളെ കണ്ടുപിടുത്തം അനുസരിച്ചാണോ? നിങ്ങളെ ആധുനികന്റെ ഭൗതിക ശാസ്ത്രം സയൻസ് ശാസ്ത്രം അനുസരിച്ചാണോ? അതോ നിങ്ങളെ ലോജിക്ക് അനുസരിച്ചാണോ? അല്ലെങ്കിൽ നിങ്ങൾ കുറെ ആൾ ഭൂരിപക്ഷം കൂടിയിട്ട് ഇന്നത് നമുക്ക് നല്ല കാര്യമായിട്ട് ചെയ്യാം, ഇന്നത് നമുക്ക് ചീത്ത കാര്യം ഒഴിവാക്കാം എന്ന് നിങ്ങൾ തീരുമാനിക്കലാണോ? അത് പറ്റുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉലൂഹിയത്തിൽ നിങ്ങൾ ഷഹാദത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നിയോഗിച്ചയക്കുന്ന പ്രവാചകന്റെ റിസാലത്തിനും നിങ്ങൾ ഷഹാദത്ത് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ അല്ലാഹുവിന്റെ റസൂലിനോട് കൽപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കണം. അനുസരിക്കുമെന്ന് അല്ലാഹു ഉറപ്പ് കൊടുക്കണം. ശരി, അനുസരിച്ചോളാം. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് ഈ റിസാലത്ത് അനുസരിച്ചുള്ള അഅമാലുകളെ തർത്തീബാക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം ഇനി അങ്ങോട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്താൻ 2 കാര്യങ്ങൾ നിലനിൽക്കണം. ഒന്ന്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പണ്ടേ അംഗീകരിച്ച ഷഹാദ. രണ്ടാമത്തത്, അല്ലാഹു അല്ലാത്ത ഒന്നിനെയും അംഗീകരിക്കൂല എന്ന ഇപ്പോൾ അംഗീകരിച്ച അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദ. ഈ ഷഹാദ ഇസ്തിഖാമത്താകണമെങ്കിൽ അഅമാലുകൾ അനിവാര്യമാണ്. അമലുകളെയാണ് അല്ലാഹു തആല അതുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത്. നാം ഒന്ന് പറഞ്ഞിരുന്നുവല്ലോ, ഖുൽ ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദിനി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദയുമായി ബന്ധപ്പെട്ട കടുകടുത്ത ഭാഷയാണ്. എന്നെ മാത്രമേ അംഗീകരിക്കാവൂ എന്ന്.
ഉടൻ തന്നെ അല്ലാഹു തആല പറഞ്ഞു, എന്നെ അംഗീകരിക്കുന്നു എന്ന് നിങ്ങൾ തെളിയിക്കാൻ വഅഖിമിസ്സലാത്ത ലിദിക്രി, നിങ്ങൾ എന്നെ ഓർക്കാൻ, എന്നെ ചിന്തിക്കാൻ, നിങ്ങൾ എനിക്ക് തന്ന കരാറ് നിങ്ങൾ പാലിക്കാൻ നിസ്കാരത്തെ നിലനിർത്തുക. അപ്പൊ അഅ്മാലുകളെ അല്ലാഹു തആല ഇസ്തിഖാമത്തിന് വേണ്ടി ഏർപ്പാടാക്കി. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ നിലനിൽക്കുന്നതിന്റെ ഊർജം, അതിന്റെ എനർജി നിസ്കാരമാണ്. വേറൊരു ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. വഖല്ലാ റബ്ബുക, നിങ്ങളുടെ റബ്ബ് തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ്. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു ഔലിയാനെയോ ഒരു വലിയനെയോ ശൈഖിനെയോ ജിന്നിനെയോ മലക്കിനെയോ ഒന്നിനെയും നിങ്ങൾ ആശ്രയിക്കുന്ന പ്രശ്നമില്ല. അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആശ്രയിക്കാവൂ. ആ വിഷയം നിങ്ങൾ അള്ളാഹിനെ തന്നെ ആയിരിക്കണം അറിയിക്കുന്നത്. അത് തീരുമാനമായ വിഷയമാണ്. ഉടൻ തന്നെ അല്ലാഹു തആല അമലിലേക്ക് കടന്നു. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും ചെയ്യണം. അപ്പൊ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന അമല് ഇബാദുകൾ, അടിമകളോടുള്ള കടപ്പാടാണ്. നിസ്കരിക്കുക എന്നുള്ള അമല് അത് ഉടമയായ അള്ളാഹുവിനോടുള്ള കടപ്പാടാണ്. അപ്പൊ ഇവിടെ രണ്ട് സ്ഥലത്തും തൗഹീദ് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലിനെ ചേർത്ത് പറഞ്ഞു. ആദ്യം പറഞ്ഞെടുത്ത് നിസ്കാരത്തെ ചേർത്ത് പറഞ്ഞു, രണ്ടാമത് പറഞ്ഞെടുത്ത് മാതാപിതാക്കളെ ചേർത്ത് പറഞ്ഞു. അതെ, തൗഹീദ് ഷഹാദ, തൗഹീദിനുള്ള ഷഹാദ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ റിസാലത്തിലുള്ള ഷഹാദ പ്രാവർത്തികമാകണം. അതിന് രണ്ട് വകുപ്പാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഒന്ന് അസ്ലൻ, രണ്ടാമത്തത് വസ്ഫൻ. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستعفيه عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد. സഹോദരങ്ങളെ സഹോദരിമാരെ, എന്താണ് ഈ അസ്ൽ? അസ്ല് ഇഖ്ലാസാണ്, തൗഹീദാണ്. മുഹമ്മദി റിസാലത്ത് അനുസരിച്ചുള്ള അമലാണെങ്കിലും അത് ചെയ്യുന്നത് അള്ളാഹ്ക്ക് മാത്രമായിരിക്കണം. ചിലര് മുഹമ്മദി റിസാലത്ത് അനുസരിച്ചുള്ള അമലാണ് ചെയ്യുക, പക്ഷെ അത് ഏതെങ്കിലും വലിയ അഡ്രസ്സിലായിരിക്കും. അദ്ദാദ് റാത്തീബ് പോലെ, നാരിയത്തു സലാത്ത് പോലെ ഇതൊക്കെ ചെയ്യുന്നത് അമലാണ്. പക്ഷെ ആ അമല് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ചുള്ള അമലല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ എന്താണുള്ളത്? നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മുഹമ്മദ് നബിയെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം. ഇദാ ആതാക്കുമുർ റസൂലു ഫഖുദൂ വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹു. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്നതായിരിക്കണം അത്. നിങ്ങൾ ഒരു കാര്യം വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ പ്രവാചകൻ കൊണ്ടുവന്നതായിരിക്കണം അത്. അതൊരു സുബ്ഹാനല്ലാഹ് പറയുന്ന കേസായാലും ശരി, അത് ഇന്ന തങ്ങളുടെ പേരിൽ, ഇന്ന ശൈഖിന്റെ പേരിൽ ഇല്ല, അങ്ങനെ ഒരു ഏർപ്പാടും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചെന്ന അമാലുകളെ ശൈഖിലേക്കോ മറ്റോ നിസ്ബത്ത് ചെയ്തുകൊണ്ട് അമൽ ചെയ്താൽ അത് ഷഹാദത്തിനെതിരാണ്. അതുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബിനെ നാം നിഷേധിക്കുന്നത്. അതുകൊണ്ടാണ് നാരിയത്തു സലാത്തിനെ നാം നിഷേധിക്കുന്നത്. നാരിയത്തു സലാത്ത് 5-ാം നൂറ്റാണ്ടിൽ ഏതോ ജോർഡാനിലെങ്ങാനുള്ള ഒരു ഇബ്രാഹിം ഷെയ്ഖ് ഇബ്രാഹിം, ഒരു സൂഫി തരീഖത്തിന്റെ ഷെയ്ഖ്, ആ ഷെയ്ഖ് അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതാണ്. ക്രിസ്താബ്ദം 5-ാം നൂറ്റാണ്ട് ഹിജ്റാബ്ദം. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് നാരിയത്തു സലാത്ത് തുടങ്ങുന്നത്. ദീനുൽ ഇസ്ലാമായിട്ട് എന്ത് ബന്ധമാണ് അതിന്? ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് എന്ത് ബന്ധമാണ് അതിന്? മുഹമ്മദ് റസൂലുള്ളാഹിയായിട്ട് എന്ത് ബന്ധമാണ് അതിന്? അബ്ദുല്ലാഹിൽ അദ്ദാദുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദാദ് റാത്തീബ്. അതെന്തിനാ അങ്ങനെ ഒരാള് മുഹമ്മദി റിസാലത്തിന് ഷഹാദത്ത് കൊടുക്കുക, ചെയ്യുന്ന അമല ഏതെങ്കിലും ഷെയ്ഖിന്റെ അഡ്രസ്സിലാക്കുക? അത് പറ്റൂല എന്നാ ഇസ്ലാം പറയുന്നത്. അത് സലഫികൾ പറയുന്നല്ല, അത് പറ്റൂല എന്നാ അല്ലാഹ് പറയുന്നത്. അത്തിയുല്ലാഹ് വ അത്തിയുർ റസൂൽ. അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം അള്ളാന്റെ കൽപ്പന അനുസരിച്ച്, റസൂലിനെ നിങ്ങൾ അനുസരിക്കണം റസൂലിന്റെ കൽപ്പന അനുസരിച്ച്. എന്തൊരു അമൽ ചെയ്യുന്നുണ്ടെങ്കിലും മുഹമ്മദുർ റസൂൽ അനുസരിച്ചായിരിക്കണം. ചിലപ്പോൾ നല്ലതായിരിക്കാം. ഈ ഉളുണ്ടാക്കുന്ന സന്ദർഭത്തിൽ റസൂൽ പഠിപ്പിച്ചത് എത്രയേ ഉള്ളൂ? ബിസ്മില്ലാഹ്, വേറൊന്നും പഠിപ്പിച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് ഉളുണ്ടാക്കാൻ തുടങ്ങുമ്പോ ബിസ്മില്ലാഹ് എന്ന് മാത്രം പറയാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. അതേ അവസരത്തിൽ മധ്യകാലഘട്ടത്തിൽ വന്ന മുസ്ലിയാക്കന്മാർ എന്തെല്ലാം ദുആകളാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാഹി ലദീ ജഅൽ മാ തഹുറ. അതേപോലെ തന്നെ മുഖം കഴുകുമ്പോൾ അല്ലാഹുവേ, പിന്നെ കറുത്ത മുഖം വെളുത്ത മുഖവും നിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ എന്റെ മുഖം നീ വെളുത്ത വുജൂഹിന്റെ കൂട്ടത്തിൽ പെടുത്തണേ. കൈ കഴുകുമ്പോൾ അല്ലാഹുവേ എന്റെ കിതാബ് വൽതക്കിമത്തരണേ. കാല് കഴുകുമ്പോൾ അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിന്റെ കാൽ ഉറപ്പിച്ചേരണേ. ഇമാം നവവി ഈ ദുആ
ദുആകളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഹാദിഹി കുല്ലുഹാ ബിദ്അ, ഇത് മുഴുവനും ബിദ്അത്തിന്റെ ദുആണ്. ആ ഹാദിഹി കുല്ലുഹാ ബിദ്അ മാറ്റി വെച്ചാൽ ഇമാം നബവി പറഞ്ഞ പോലെയാ മനസ്സിലാക്കുക. ഈ ഇമാമികളുടെ രീതി അതാണ്. ആ പറയാനുള്ളത് മുഴുവനും പറയും, എന്നിട്ട് ലാസ്റ്റാണ് തീരുമാനം പറയുക. ഈ ലാസ്റ്റ് തീരുമാനം കട്ട് ചെയ്താൽ പിന്നെ പറയുന്നതെല്ലാം നമുക്ക് അനുകൂലമാണെന്ന് വെച്ച് തീർക്കാലോ. ഇങ്ങനെയാണ് ഇത് സംഭവം. എല്ലാ സംഭവം അങ്ങനെ തന്നെയാണ്. അത് പറ്റുകയില്ല എന്നാണ് നാം പറയുന്നത്. മുഹമ്മദ് റസൂൽ അനുസരിച്ച് മാത്രമേ ഒരു സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലാൻ നമുക്ക് അവകാശമുള്ളൂ. അല്ലാത്തതൊന്നും നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഈ രീതിയിൽ പൂർത്തിയാക്കുന്നത് എങ്ങനെയായിരിക്കണം, അതാണ് രണ്ടാമത്തെ ചർച്ച. മുഹമ്മദി റിസാലത്തനുസരിച്ച് അമൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? പൂർണ്ണമായും മുഹമ്മദി റിസാലത്തിന് യോജിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. എന്തൊക്കെ യോജിക്കണം? സബബൻ. ഒന്നാമത്തെ കാര്യം, ആ അമല് എന്ത് കാരണത്തിനാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, ആ കാരണവുമായിട്ട് ഇതിന് ബന്ധം വേണം. റസൂലുള്ള പഠിപ്പിച്ച കാരണവുമായിട്ട് ഇതിന് ബന്ധം വേണം. നമ്മളെ വക കാരണമുണ്ടാക്കി അമലുണ്ടാക്കാൻ പറ്റുകയില്ല. മേറാജുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു നോമ്പ് റസൂലുള്ളാഹി തങ്ങൾ ആ നോമ്പിനെ മേറാജുമായിട്ട് ഒരു നോമ്പ് ബന്ധപ്പെടുത്തി തന്നിട്ടില്ല. അതുകൊണ്ട് റസൂൽ നിശ്ചയിക്കാത്ത കാരണവുമായിട്ട് നമ്മൾ അമലുകളെ ബന്ധിപ്പിച്ച് ചെയ്യാൻ പറ്റുകയില്ല. അമലിനെ വിധങ്ങൾ പഠിപ്പിച്ചതായിരിക്കാം, പക്ഷെ അതിന് കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത ബന്ധപ്പെടണം ഇല്ല. ഒരു കാരണവശാലും സബബ് മുഹമ്മദി റിസാലത്തുമായിട്ട് യോജിച്ചിരിക്കണം. ആ ചെയ്യുന്ന അമല് എന്ത് കാരണത്താലാണ് എന്ന് കൃത്യമായി മുഹമ്മദി റിസാലത്തനുസരിച്ച് തന്നെ മനസ്സിലാക്കിയിരിക്കണം. കാരണം ഉസ്താദുമാരെ വക ശഅബാൻ 15 ബറാഅത്ത് അങ്ങനെ ഒരു പരിപാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയിട്ടില്ല. ബറാഅത്തിന് ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കാരണത്തെ നമ്മൾ നമ്മളെ വകയുള്ള അമലുകൾ വെച്ചുകൊണ്ടാകാൻ പാടില്ല. അപ്പം ബറാഅത്ത് അങ്ങനെ ഒരു വാക്ക് റസൂലുള്ളാഹി തങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ശഅബാൻ 15 അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്നത്തെ രാത്രി അല്ലാഹു തആല ബനൂ കിലാബ് ഗോത്രക്കാരുടെ ആട്ടിൻപറ്റങ്ങളെക്കാൾ കൂടുതൽ ആൾക്കാർക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ്. അതെ, അതുകൊണ്ട് ഇന്ന് അമൽ ചെയ്യണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ ബറാഅത്ത് ശഅബാൻ 15 രാത്രിയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞു. അതുകൊണ്ട് വാ നമുക്കൊരു 3 യാസീൻ ഓതാം. എന്താ സംഭവിച്ചവിടെ? കാരണം യോജിച്ചില്ല, സബബ് യോജിച്ചില്ല. അപ്പൊ മുഹമ്മദി റിസാലത്തനുസരിച്ചുള്ള അമല് സ്വഹീഹാകണമെങ്കിൽ ഒന്നാമതായിട്ട് യോജിക്കേണ്ടത് സബബാണ്. ഇൻഷാ അല്ലാഹ് വരും നാളുകൾ അവസരം അല്ലാഹു തരുന്നതിനനുസരിച്ച് നിങ്ങളെ അറിയിക്കാം. ആ നാളിൽ നമുക്കത് വിശദീകരിക്കുകയും ചെയ്യാം. അല്ലാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും അമൽ ചെയ്യാൻ അതിനേക്കാളേറെ തൗഫീഖും തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വർ റസൂൽ മുർത്തദ. അമർ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്സലാത്തി അലാ നബിയിഹി അംറ إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه عشرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم انصر جيوش المسلمين وفك اسر المأسورين وقض الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا وعلى اولادنا وازواجنا وعلى جميع الحجاج والعمار والغزاة والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين واردين في برك وبحرك وجوك أجمعين يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.